കാര്യം ഒരു അത്ഭുതകരമാണ്. എന്താണ് ഹമാസ്, എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ തന്നെ വലിയ അത്ഭുതമാണ്. ഇപ്പോൾ തന്നെ നോക്കുക, ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യമായി നെതന്യാഹു പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒക്ടോബർ 7 ആക്രമണം നടന്നതിന് തൊട്ടുടനെ പറഞ്ഞു, എല്ലാ മന്ത്രിസഭാംഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, IDF-നെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ ഞങ്ങൾ ഇല്ലാതെയാക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അതിന് എന്ത് കാര്യം ചെയ്യണമോ അതിനെല്ലാം IDF-ന് ഞങ്ങൾ സമ്മതം കൊടുക്കുകയാണ് എന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു 3 യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതിലും ഒന്നാമത്തെ കാര്യം ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ 100 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലും ഇപ്പോഴും അവർക്ക് ഹമാസ് എന്ന് ആദ്യത്തെ ഒരു ലക്ഷ്യമായി പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്ക്, ഹമാസിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്ന തലത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അത് എങ്ങനെയാണ് അവർ സാധിച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ നിന്ന്, ഈ ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി സൈനികരുടെ ശവപ്പെട്ടികൾ, അതേപോലെ തന്നെ പരിക്കേറ്റിട്ടുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ, ഇതെല്ലാം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൽ-ഖസാം ബ്രിഗേഡ് എങ്ങനെയാണ് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ അമേരിക്ക അവർക്ക് ഇന്റലിജൻസ് സഹായവും നൽകുന്നു. പെന്റഗൺ നേരിട്ട് ആയുധങ്ങൾ എത്തിക്കുന്നു, സാമ്പത്തികമായ സഹായങ്ങൾ എത്തിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇവർ ഈ ലോകശക്തിയെ അതിജീവിച്ചത് എന്നുള്ളത്, നേരത്തെ ഈ ഒരു യുദ്ധം പല അർത്ഥത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ, ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഇതും വളരെ പ്രധാനമായി എങ്ങനെയാണ് ഹമാസ് ഇത്രയും 100 ദിവസം ഈ ലോകശക്തിയെ തടുത്തു നിർത്തിയത് അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിർത്തിയത് എന്നുള്ളത് വലിയ അത്ഭുതമായി തന്നെ നിലനിൽക്കും. അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത്, ഇത് ഇങ്ങനെ പറയുമ്പോൾ ഈ ദിവസങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഹമാസിനെ പൂർണ്ണമായും വടക്കൻ ഗസയിൽ നിന്ന് നീക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി തെക്കൻ ഗസയിൽ നിന്ന് കൂടി നീക്കിയാൽ മതി എന്നാണ് പുറമെ പറയുന്നത്. എങ്കിലും അവിടെ നിന്ന് IDF-ന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്ന് നമ്മൾ ഇനി പറയേണ്ടതില്ല, ഗസയെ ഭരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക്, ഹമാസ് അത്തരം ഒരു ശക്തി ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ഗസയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ICJയിലുള്ള കോടതിയുടെ വിധി തങ്ങൾക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് യുദ്ധം നിർത്തണം എന്നെങ്കിലും പറയുകയാണെങ്കിൽ അതിനുശേഷം യുദ്ധം തുടരുന്നത് ധാർമ്മികത നോക്കുന്ന ആളുകളല്ല ഇസ്രായേൽ എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും പലതരത്തിലുള്ള പ്രതിസന്ധി അവർക്കുണ്ടാക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണം നടത്തി ഗസയിലുള്ള ഇനി എന്താണോ അവശേഷിക്കുന്നത് അതുകൂടി തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് ചെറിയൊരു പിന്മാറ്റം ഉണ്ടാകും, ഇതിൻ്റെ ഒരു ഡെൻസിറ്റി കുറയും എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. കരയുദ്ധത്തിൽ നിന്ന് ഭാഗികമായി പിന്മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ നടക്കുന്നത് അതല്ല. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം ഒരു പക്ഷേ 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക്. 250 പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും അത്തരമൊരു കണക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായും ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ മറുഭാഗത്ത്, അതാണ് നമ്മൾ ഇൻഫർമേഷൻ വാർ എന്ന് പറയുന്നത്, അമേരിക്ക ഈ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ഇടപെടുന്നു. അതേപോലെ തന്നെ അമേരിക്കക്ക് ഈ ഇസ്രായേലിനെ പലതരത്തിലുള്ള പിൻവലിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായും അമേരിക്കയുടെ സഹായം ഇപ്പോഴും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധം ഇങ്ങനെ തന്നെ തുടരാനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഈ 100 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കുക, ഗസക്കുള്ളിൽ നിന്ന് ഹമാസിനെതിരെ ശക്തമായൊരു വികാരമുണ്ടാകും ഇത്രയും വലിയ ആക്രമണം നടക്കുമ്പോൾ എന്നാണ് ലോകമാകെ വിചാരിച്ചത്. പക്ഷേ അതില്ല, ഇപ്പോഴും ആളുകൾ ഹമാസിൻ്റെ കൂടെ നിൽക്കുന്നു. എന്നാൽ ഇസ്രായേലിലേക്ക് നോക്കൂ, അവിടെ ഇപ്പോൾ 24 മണിക്കൂർ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൽ-അവീവിൽ. അത് നെതന്യാഹു രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഫലസ്തീനിൽ നിന്ന് കേട്ടിരുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ലോകം ഇടപെടണം ഞങ്ങളുടെ കാര്യത്തിൽ എന്ന്. ഈ 24 മണിക്കൂർ സമരത്തിൽ ആളുകൾ പറയുന്ന മുദ്രാവാക്യങ്ങൾ ലോകമാധ്യമങ്ങൾ പറയുന്നുണ്ട്, നെതന്യാഹുവിന് ഈ ബന്ദികളെ മോചിപ്പിക്കാനൊന്നും സാധിക്കില്ല, ലോകം ഇടപെടണം, എങ്ങനെയെങ്കിലും ലോകം ഇടപെട്ട് അവരൊന്ന് എത്തിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ നെതന്യാഹുവിനെതിരെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നു. മറുഭാഗത്ത് ഹമാസ് എങ്ങനെയാണോ ഒക്ടോബർ 7 ഉണ്ടായിരുന്നത് അതേ ശക്തിയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നു. തീർച്ചയായും ഇത് അത്ഭുതകരമാണ്. യുദ്ധം ഏതായിരുന്നാലും കുറച്ചുകൂടി നീണ്ടുപോകും എന്ന് തന്നെയാണ് ഈ 100-ാം ദിവസം നമുക്ക് പറയാൻ സാധിക്കുക.